തന്നെ അല്ല അങ്ങനെ ജനങ്ങളോട് സ്നേഹമുള്ള ഒരു നേതാവായിട്ട് തന്നെ വിജയ് അവിടെ സംസാരിക്കുകയുണ്ടായി. പിന്നീട് അവിടെ വിഷയങ്ങൾ നടക്കുമ്പോഴും അങ്ങ് കടല് പോലെ ജനങ്ങൾ ആർത്തിരമ്പി കിടക്കുകയാണ്. ആ വിഷയങ്ങൾക്കിടയിലും വിജയ് അവിടെ നിന്നുകൊണ്ട് ഓരോ ജനങ്ങളുടെയും ക്ഷേമവും ബുദ്ധിമുട്ടും ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോഴും വിജയ് പറയുന്നത് അവർക്കെല്ലാം വെള്ളം കൊടുക്കും, അവരെല്ലാം ബുദ്ധിമുട്ടിലാണെന്നുള്ള വിജയ്ക്ക് മനസ്സിലായി. അത്രയും കൺജസ്റ്റഡ് ആയിരുന്നു ആ ഒരു ഏരിയ. അപ്പോൾ ആ ഒരു ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയ വിജയ്ക്ക് ആ ഒരു വണ്ടിയിൽ നിന്ന് ആ ജനങ്ങളുടെ ഒത്ത നടുക്ക് നിൽക്കുന്ന വിജയ്ക്ക് അങ്ങ് ദൂരെ കിടക്കുന്ന ആളുകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് മനസ്സിലായെങ്കിൽ അവിടെയുള്ള മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കൂട്ടത്തിലുള്ള ആളുകൾക്കും എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ മനസ്സിലായില്ല? അവിടെ തന്നെ എന്തോ ദുരൂഹതയില്ലേ? വെറുതെ എന്തെങ്കിലും നഷ്ടപരിഹാരം കൊടുത്തതുകൊണ്ട് ആ വീട്ടുകാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് വിഷമം മാറ്റി കൊടുക്കുന്നത് കൊണ്ട് ഒരു കാര്യമില്ല. കാരണം അവിടെ പൊലിഞ്ഞത് ജീവനാണ്, എത്രയോ ജീവൻ, 40-ലധികം ആളുകൾ. ഇപ്പോഴും കൗണ്ടിങ് ആണ്. ഇനി ഒരു ദുരന്തം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇതിനെതിരെ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങളുടെ ഭാഗത്തുള്ള വീഴ്ച കൊണ്ട്, നിങ്ങളുടെ കഴിവ് കേടുകൊണ്ട് അത്രയും ജനങ്ങളുടെ ജീവൻ പൊലിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് കൊടുക്കാനുള്ള മറുപടി എന്താണ്? ഇത്രയും നഷ്ടപരിഹാരം ഇട്ട് മൂടുന്നത് കൊണ്ടൊന്നും ഒരു ജനങ്ങളുടെയും